ആരാണ് ആദ്യത്തെ സൂഫി എന്ന് പറയുന്നത്? ആളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സൂഫികളെ മനസ്സിലാക്കൽ എങ്ങനെയാണ്? പിന്നെ കുറേ ഇപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദൃഷ്ട്യ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു പ്രത്യക്ഷത്തിൽ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ഒരു അവാമുന്നാസ്, ഒരു പൊതുവായ ഒരു നാടനായ അല്ലെങ്കിൽ വിഷയങ്ങൾ പൊതുവായിട്ടൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത, ഇസ്ലാമിക നിയമങ്ങളും പ്രമാണങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ സ്വാഭാവികമായിട്ട് ഒരു സൂഫി എന്ന് ധരിച്ചു വെക്കുന്നത് എന്താണ്? ഒരു പച്ച കുപ്പായം, ഒരു തലയെക്കെട്ട്, ഒരു കറുത്ത തലയെക്കെട്ട്, അല്ലെങ്കിൽ പിന്നെ കറുത്ത കുപ്പായം പച്ച തലയെക്കെട്ട്, ഒരു 8-10 മോതിരം കൈമൽ, ഒരു കുറേ മാല, പിന്നെ കുറേ കഞ്ചാവ് അടിക്കുക, പിന്നെ കുറേ സിഗരറ്റ് വലിക്കുക, പിന്നെ കുറേ എന്താ പറയുക, പിന്നെ അന്തം വിട്ടിങ്ങനെ നടക്കുക, കൂടിയില്ല, നിസ്കാരമില്ല, നോമ്പുമില്ല, അങ്ങനെ അന്തം വിട്ട് നടക്കുന്ന കുറേ ടീമുകളെ കണ്ടാൽ സൂഫി എന്ന് ധരിച്ചു വെച്ച കുറേ ആൾക്കാരുണ്ട്. അയാൾ ഭയങ്കര സൂഫി കേട്ടോ. എന്നാൽ സൂഫി എന്ന് പറഞ്ഞാൽ ആരാ? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സൂഫി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഞാനിത് കണ്ടത് എവിടെയാണെന്ന് അറിയോ? മഹാനവറുകൾ കിതാബ് തിരഞ്ഞിട്ട് കണ്ടോന്നല്ല, ഈ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ? ഇസ്ലാമിക വിശ്വാസകോശം എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിന് ഒരുപാട് വാള്യങ്ങളുണ്ട്. ഇത് എഴുതിയ ആൾ ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദാണ്, സമസ്ത കേന്ദ്ര മുഷാവറംഗം, മർക്കസിലെ മുദരിസ്, ഒരുപാട് കിതാബുകളുമായിട്ട് ദൈനംദിനം ബന്ധപ്പെടുന്ന ആൾ. ഇത് ഉസ്താദിൻ്റെ അഭിപ്രായം മാത്രമായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. ഉസ്താദ് പല മഹാന്മാരും പറഞ്ഞ വിഷയങ്ങളെ ക്രോഡീകരിച്ച് മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നല്ല ബൃഹത്തായൊരു ഗ്രന്ഥമാണ്. ഒന്നല്ല കേട്ടോ, ഒരുപാട് വാള്യങ്ങളുണ്ട്, ഇവിടെ കുറേ ഉണ്ട്. അതിൽപ്പെട്ട 6ാമത്തെ വാള്യം എൻ്റെ കയ്യിലുള്ളത്. ഈ 6ാമത്തെ വാള്യത്തിൽ പിന്നെ സു എന്ന് പറയുന്നൊരു ഭാഗം കാണാം. ഇതിൽ ഈ ഭാഗത്ത് 675-ാമത്തെ പേജിൽ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സൂഫി എന്ന് പറഞ്ഞ ആ ഒരു സംഗതിയെ, സൂഫി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഡെഫിനിഷൻ ഇട്ട് പറയുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ജീലാനി ഷെയ്ഖിൻ്റെ ഡെഫിനിഷനാണ്, വിശദീകരണമാണ്. അസ്സൂഫിയു മൻ സ്വഫാ ബാത്തിനുഹു വലാഹിറുഹു ബിമുതാബഅത്തി കിതാബില്ലാഹി അസ്സ വജല്ല വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പിന്നെ ഫതുഹുർ റബ്ബാനിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഇബാറത്താണ്. ഫതുഹുർ റബ്ബാനിയിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയ ഇബാറത്താണ്. ഇത് എന്താണ് ഉദ്ദേശം, എന്താണ് അർത്ഥം? സൂഫി എന്ന് പറഞ്ഞാൽ അസ്സൂഫിയു മൻ സ്വഫാ ബാത്തിനുഹു വലാഹിറുഹു, ഉള്ളും പുറവും നന്നാക്കിയ ആൾ. ഉള്ളും പുറവും നന്നാക്കിയ ആളാണ്. ഉള്ളും പുറവും നന്നാക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല എന്താ പറയുക, ജനങ്ങൾക്കിടയിലും നല്ലവനായിരിക്കണം. പുറത്ത് തന്നെ ഡ്രസ്സിങ്ങിൽ എന്നുള്ള ഉദ്ദേശം മാത്രമാവില്ലല്ലോ. പുറം നന്നാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം, ജനങ്ങളോടുള്ള പെരുമാറ്റമാണെങ്കിലും സമൂഹത്തിലുള്ള ഇടപെടലുകളാണെങ്കിലും പിന്നെ അത്തരം വിഷയങ്ങളാണെങ്കിലൊക്കെ. ഉള്ള് എന്ന് പറഞ്ഞാൽ കൽബ്, ആത്മാവ്, ഇതൊക്കെ ശുദ്ധിയായിരിക്കുക എന്നുള്ളതാണ്. ഇത് മഹാനവറുകൾ ഇതിൻ്റെ അർത്ഥം പിന്നെ ഷെയ്ഖുന അസീസ് ഉസ്താദ് രേഖപ്പെടുത്തി വെച്ച് എങ്ങനെ നോക്കാം നമുക്ക്? അള്ളാഹുവിൻ്റെ കിതാബിനോടും അവൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോടും പിൻപറ്റുക വഴി ഉള്ളും പുറവും തെളിഞ്ഞ വ്യക്തിയാണ് സൂഫി. ഇതാര് പറഞ്ഞതാണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന സൂഫികളെ വെച്ച് നോക്കിങ്ങൾ, അള്ളാഹുവിൻ്റെ കിതാബിനോടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനോടും എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്? ഏതൊക്കെ വിധത്തിൽ നീതി പുലർത്തുന്നുണ്ട്? ഇന്നലെ നടന്ന പത്രസമ്മേളനം, ഇന്നലെ മിഞ്ഞാന്ന് നടന്ന മണ്ണാർക്കാട് അമ്പംകുന്ന് വെച്ച് എടുത്തിട്ട് പിന്നെന്താണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള സൂഫി, പിന്നെ എന്തൊരു മണ്ണാകട്ട സൂഫി എന്ന പേര്, അഥവാ കാവ്യത്ത് സൂഫി എന്ന് പറയാം. നമ്മൾ മറ്റേത് കേൾക്കുന്ന മാതിരി കാവ്യത്ത് സൂഫിയ എന്ന് പറഞ്ഞില്ലേ, ആ കാവ്യത്ത് സൂഫിയിൽ പെട്ട അതിൻ്റെ ഒരു ആ നാണയത്തിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഓര് പറയണത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാമിന് നല്ലൊരു അർത്ഥം വെച്ചിട്ടുണ്ട്, വളരെ ഭംഗിയുള്ള അർത്ഥം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാൻ പറയണില്ല. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മതമൊന്നുമല്ല, ഒരു മനുഷ്യന് ആ മനുഷ്യനിലുള്ള ഇതിങ്ങനെ ആ ഒരു ദൈവിക ഒരു മണ്ണാങ്കട്ട എന്തോ പറയണമെന്ന്. അതിനങ്ങനത്തെ ഒരു അർത്ഥം ഉണ്ടോ എനിക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ. ഈ ചെങ്ങായി നേരാവണ്ണ ഒരു കുലിയാൽ കാഫിർ ഉണ്ടെങ്കിൽ ഓതി പഠിച്ചണ്ടേ? കുലിയാൽ കാഫിറിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളൊരു ഭാഗം ഉണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, നമുക്ക് നമ്മളെ ദീനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാനാണല്ലോ അല്ലാഹു തആല പറയണത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഖുർആനിലുള്ളതല്ലേ, അതാണ് നിൽക്കട്ടെ. അത് മാത്രമല്ല, സൂഫികൾക്ക് എന്തും ആകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരു ഡെഫിനിഷനോട് എത്രത്തോളം കൂറ് പുലർത്തുന്നുണ്ട്? അസ്സൂഫിയു മൻ സ്വഫാ ബാത്തിനുഹു വലാഹിറുഹു ബിമുതാബഅത്തി കിതാബില്ലാഹി അസ്സ വജല്ല വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോടും കിതാബിനോടും ആ രണ്ട് സംഗതിനോടും കൂറ് പുലർത്തണം. രണ്ട് സംഗതിയെയും പിൻപറ്റണം. എന്നിട്ട് ഉള്ളും പുറവും നന്നാക്കണം. എന്നാലേ ഒരു സൂഫിക്ക് ഒരാളെ പറ്റി സൂഫി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു കാര്യം. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഇബാറത്തും ബഹുമാനപ്പെട്ട ശൈഖുന രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അവിടെ. എന്താ അറിയോ? നബി ഇമാം പറയണേ, റൗളയിൽ പറഞ്ഞ ഇബാറത്താട്ടെ കൊടുത്തിട്ടുള്ളത്. വഹുമുൽ മുസ്തഖിലൂന ബിൽ ഇബാദത്തി ഫി അഗ്ലബിൽ ഔഖാത്ത്, അഥവാ ഒരുപാട് സമയങ്ങൾ, ഒരു മുഴുവൻ സമയം എന്ന് പറയാം, മുഴുവൻ സമയവും ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തുക, ഈ ഇബാദത്തിലായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അൽ മുഅ്രിദൂന ദുനിയാവിനെ തുടർന്ന് തിരിഞ്ഞ് ദുനിയാവിനെ ശ്രദ്ധ ഒന്നുമില്ല. ഈ ഇവിടുത്തെ ഐഹിക ലോകത്തെ ഉപേക്ഷിച്ചിട്ടാണ് അവരുടെ പരിപാടിയൊക്കെ ഉള്ളത്. പെണ്ണില്ല, പാട്ടില്ല, കൂത്തില്ല, അവർക്ക് അത്തരം വിഷയങ്ങളെ ചിന്ത ഉണ്ടാവില്ല. പണം താല്പര്യമില്ല, സമ്പത്തിനോട് ഒരു വിധത്തിലുള്ള താല്പര്യം ഉണ്ടാവില്ല. ഇനി അടുത്തൊരു കിതാബാണ് കയ്യിലുള്ളത്. അടുത്ത കിതാബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉസ്താദിൻ്റെ തന്നെ ഇസ്ലാമിക വിശ്വാസകോശത്തിൻ്റെ 3ാമത്തെ വാള്യം. നേരത്തെ നമ്മളെടുത്ത 6ാമത്തെ വാള്യമായിരുന്നു. അതിൽ 3ാമത്തെ വാള്യത്തിൽ മഹാനവറുകൾ ഈ ഓരോ ക്രോഡീകരിച്ച കൂട്ടത്തിൽ തസവുഫിൻ്റെ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. തസവുഫിന് ഒരുപാട് ഡെഫിനിഷൻസ് ഓരോ ഇമാമിങ്ങൾ പറഞ്ഞത്. എന്താ പറയുക, സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു തസവുഫിനെ നിർവഹിക്കുന്ന ഭാഗം, അതുപോലെ തന്നെ ജുർജാനി റളിയല്ലാഹു അൻഹു, അല്ലാമ ജുർജാനി ഇമാം റളിയല്ലാഹു അൻഹു തസവുഫിനെ എന്താ പറയുക പരിചയപ്പെടുത്തുന്നത്, വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ സമയമല്ല. ഇനി അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയം പറയുന്നുണ്ട്. എന്താ പറയുക, ഈ സൂഫികൾക്കുള്ള ഉത്ഭവം എവിടെയാണെന്ന്, സൂഫികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ അഹ്ലു സുഫകളുണ്ടായിരുന്നു. സുഫൻ്റെ അഹലുകാർ അവർ സ്വഹാബികളായിരുന്നു. അവർക്ക് സൂഫി എന്ന് പേരിടാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തായാലും സൂഫി എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നബിത്തങ്ങളുടെ പദവിയോടും നബിത്തങ്ങളുടെ ദറജയോടും സൂഫി എന്ന് പറയുന്ന പദവി കൂറ് പുലർത്തുന്നില്ല. കാരണം അതിനേക്കാൾ എത്രയോ മുകളിലാണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പിന്നെ ആ റസൂലുള്ളാഹി തങ്ങളോട് സുഹബത്ത് നേടിയ സ്വഹാബികൾക്ക് അവരെ സ്വഹാബത്ത് എന്ന പേരല്ലാതെ മറ്റൊന്നും വിളിക്കുന്നത് അഭികാമ്യമല്ലല്ലോ. അല്ല എന്നുള്ളതാണ് പിന്നെ ബഹുമാനപ്പെട്ട കുശൈരി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ധരണിയെ ഹിക്കായത്ത് ചെയ്തുകൊണ്ട് ശൈഖുന ഈ കിതാബിൽ ഇങ്ങനെ രേഖപ്പെടുത്തി. ഇത് ആർക്കും വായിക്കാം, മലയാളത്തിലുള്ളതാണ്. അറബിയിൽ ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മലയാള അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അതിൽ മഹാനവറുകൾ ഇങ്ങനെ കുശൈരി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരാണ്. പിന്നെ قال الإمام القشيري اعلموا أن المسلمين بعد رسول الله صلى الله عليه وسلم لم يتسمى أفاضلهم في عصرهم بتسمية علم سوى صحبة الرسول عليه الصلاة والسلام إذ لا أفضلية فوقها فقيل الصحابة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി തങ്ങളോട് സുഹബത്ത് നേടി അവരുടെ കൂടെ നബിത്തങ്ങളുടെ കൂടെ ജീവിച്ചു എന്ന കാരണം കൊണ്ട് സ്വഹാബത്ത് എന്നുള്ള പേരല്ലാതെ മറ്റൊരു പേര് അതിൻ്റെ മുകളിൽ ഇല്ല. അതിൻ്റെ പേര് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു പേര് സൂഫി എന്ന് പേരിടാനോ അല്ലെങ്കിൽ സാഹിദ് എന്ന് പേരിടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉബ്ബാദ് എന്ന് പേരിടാനോ അവർക്ക് പറ്റില്ല. കാരണം അവരതിൻ്റെയൊക്കെ മേലെയാണ്, അവരുടെ പവർ കൂടുതലാണ്. കാരണം ഏറ്റവും പവറായ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ ജീവിച്ച ആളുകളാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ പേര് സ്വഹാബത്ത് എന്നാണ്. എന്നാൽ സ്വഹാബികളെ കണ്ട് ജീവിച്ച ആളുകൾ അത് മഹാനവറുകൾ വിശദീകരിച്ചിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവരെ സ്വഹാബികളെ കണ്ട് സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച് അവരോട് പിന്നെ എന്താ പറയുക സഹവസിച്ച് ജീവിച്ച ആളുകൾക്ക് എന്താ വിളിക്കേണ്ടത്? താബികളെന്ന്, അവരെ താബിയാക്കിയ ആളുകളെന്ന്. ഇവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഓരോ പദവികളിലായിട്ട് ജനങ്ങളിങ്ങനെ മാറിപ്പോയി. ഇത് കുശൈരി ഇമാം വിശദീകരിച്ച അതിൻ്റെ ആശയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ജനങ്ങൾ ഓരോ പദവിയായിട്ട് മാറിപ്പോയി. ചില ആളുകൾ സുഹാദുകളായി, പ്രപഞ്ചത്യാഗം അഥവാ ഇവിടുത്തെ ഈ ഐഹികമായ ജീവിതത്തിനോട് ഒരു വിധത്തിലുള്ള താല്പര്യമില്ലാതെ അവർ ജീവിച്ചു. അവർക്ക് സുഹാദ് എന്നറിയപ്പെട്ടു. പിന്നെ അതുപോലെ ഇബാദത്ത്, നിസ്കാരം, നോമ്പ്, ഇങ്ങനെ സ്വതക്ക എന്താ പറയുക, ഇബാദത്തുകൾ ഏതൊക്കെ ഉണ്ടോ എല്ലാ ഇബാദത്തും ചെയ്ത് അതിലെല്ലാം മുഴുകി ദിക്ർ ഔറാദുകളായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുന്ന ഇബാദുകളായിട്ട് മാറി. അങ്ങനെ ഇവിടെ അത് ജനങ്ങൾ ഓരോ വിഭാഗമായി അല്ലെങ്കിൽ ഓരോ പദവികളിലേക്ക് ചുരുക്കപ്പെട്ട് ഓരോരുത്തർ ഓരോ വിഭാഗമായി മാറി. ഇപ്പോൾ ഇവിടെ ബിദ്അത്ത് വളർന്നു.
ബിദഅത്ത് വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാർ വാദിക്കാൻ തുടങ്ങി, ഞാൻ സൂഫിയാണ്, ഞാൻ തസവുഫിൻ്റെ അഹലുകാരാണ്. അങ്ങനെ തസവുഫിൻ്റെ അഹലുകാരാണെന്ന് ഓരോരുത്തർ വാദിക്കാറുണ്ട്. ഞാൻ അതിൽപ്പെട്ട ആളാണ്, ഞങ്ങളതിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഇതിൽ ഏതാണ് യഥാർത്ഥ സൂഫി, എന്താണ് തസവുഫിൻ്റെ അഹലുകാരെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാറ്. അപ്പോൾ അതിലൊരു ഒരു വിഭാഗം ആളുകൾ ഇവിടെ വന്നു. ആ വന്ന ആളുകൾ പിന്നെ അവരുടെ കൽബിനെ ഇതിൽ പറയുന്നുണ്ട്, പിന്നെ അൽ മുറാഊന അൻഫുസഹും മഅല്ലാഹി സുബ്ഹാനഹു വ തആല അൽ ഹാഫിളൂന ഖുലൂബഹും അൻ തവാരിഖിൽ ഗഫ്ല. അഥവാ മഹാനവറുകൾ പറയാണ് തവാരിഖിൽ ഗഫ്ലത്തി. അല്ലെങ്കിൽ മഹാനവറുകൾ ആ ഇതിനിങ്ങനെ വിശദീകരിച്ച് ഖുശൈരി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് പറയുന്നത് ഇതിൽ ഉസ്താദ് രേഖപ്പെടുത്തിയ അർത്ഥം എന്താണെന്നറിയാം? സ്വശരീരങ്ങൾ അള്ളാഹുവിനോടൊപ്പമാണെന്ന് പരിഗണിക്കുകയും ഹൃദയങ്ങളെ അള്ളാഹുവിൻ്റെ തൊട്ട് അശ്രദ്ധ വരാതെ സൂക്ഷിക്കുകയും ചെയ്തു പോരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ അഹ്ലുസുന്നയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ തസവുഫുകാർ എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനത്തെ ആളുകളെയാണ് തസവുഫുകാർ എന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് മുതലാണ് ഈ തസവുഫ് സൂഫി എന്ന് പറഞ്ഞതിൻ്റെ ഉത്ഭവം തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഖുശൈരി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് ആദ്യമായിട്ട് സൂഫി എന്ന് വിളിക്കപ്പെട്ട ആൾ ആരാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. മഹാനവറുകൾ പറയാണ് ഇതിൽ ആദ്യമായിട്ട് വസ്തഹറ ആദൽ ഇസ്മു ലിഹാഉലാഇൽ അകാബിരി ഖബലൽ മിഅത്തൈനി മിനൽ ഹിജ്റത്തി വ അവ്വലു മൻ സുമ്മിയ ബിസ്സൂഫി അബൂ ഹാഷിം സൂഫിയു റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പിന്നെ ഖുശൈരി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ് അൽ മുത്തവഫ സനത്ത് 50 വ 100 ഹിജ്റ 150 വഫാത്തായി പോയ മഹാനായ പിന്നെ അബൂ ഹാഷിം സൂഫി എന്ന് പറയുന്ന മഹാനാണ് ആദ്യമായിട്ട് സൂഫി എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ്. പിന്നെ അവർ ഹിജ്റ 200 മുമ്പ് ജീവിച്ച ആളാണ്. ഹിജ്റ 200 മുമ്പ് ജീവിച്ച ആളാണ് മഹാനായ പിന്നെ അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു. അവരെയാണ് ആദ്യമായിട്ട് സൂഫി എന്ന് വിളിച്ചത്. ഇനി സൂഫികൾ പല വിധത്തിലുണ്ട് കേട്ടോ, ഒന്നും രണ്ടൊന്നല്ല. സൂഫികളെ കള്ള സൂഫികളെ ഇതിപ്പോൾ 3ാമത്തെ വാളിലാണെങ്കിൽ ഇനി അടുത്ത വേറെ വാളിൽ വരുന്നുണ്ട്. പിന്നെ ഉസ്താദിൻ്റെ 1ാമത്തെ ഇസ്ലാമിക വിശ്വാസകോശത്തിൻ്റെ 1ാമത്തെ ഭാഗത്തിൽ കള്ള സൂഫികൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.